यदिहास्ति तदन्यस्त यन्नेहास्ति न तत्क्वचित् धर्मजं मोक्षदं महाभारतं श्रेष्ठ भारतं महाभारतं ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഘടകമാണ് ശുദ്ധമായ വായു. ശ്വാസത്തിന്റെ ഗതിവിഗതികൾ അനുസരിച്ചാണ് ചികിത്സ നടപ്പിലാക്കുന്നത്. ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ പ്രാണായാമം മുതലായ ലക്ഷണങ്ങളോട് കൂടിയ യോഗമാവുന്ന യജ്ഞത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പ്രാണായാമം ചെയ്യുമ്പോൾ പ്രാണൻ കോടാനുകോടി സൂക്ഷ്മ കോശങ്ങളിലായി വ്യാപിക്കുന്നു. ശുദ്ധമായ ഓക്സിജൻ ഈ കോശങ്ങളിലേക്ക് എത്തുന്നതോടെ മനഃശുദ്ധി, ചിന്താശുദ്ധി, ശരീരശുദ്ധി ഇവ സംഭവിക്കുന്നു. പ്രാണായാമത്തിലൂടെ ശരീരശുദ്ധി, ചിന്താശുദ്ധി, മനഃശുദ്ധി ഇവ സാധ്യമാവുമെന്ന് ഭഗവത്ഗീതയും അഷ്ടാംഗ ഹൃദയവും ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇതിലൂടെ ഏവരുടെയും മനസ്സും ശരീരവും ബുദ്ധിയും ശുദ്ധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം. ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. ശ്രീ എം സാറിനെ സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം TP സെൻകുമാർ സാറിനെ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ശ്രീ കൃഷ്ണചന്ദ്രൻ സാറിനെ. സ്വാഗതം സർ. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ പത്മവ്യൂഹം റൗണ്ടാണ്. മത്സരം നിയന്ത്രിക്കുന്നതിനായി ക്രിസ് വേണുഗോപാലിനെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്, അപ്പോൾ ഇതൊരു സെലക്ഷൻ റൗണ്ടാന്ന് പറയാൻ പറ്റില്ല. ഇതിൽ 4 ടീമുകളും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു റാപ്പിഡ് ഫയർ ആണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് നമുക്ക് മത്സരാർത്ഥികളെ സമയം കളയാണ്ട് അങ്ങോട്ട് സ്വാഗതം ചെയ്യാം അല്ലെ. സ്വാഗതം ചെയ്യാം ചിന്യ വിദ്യാലയ വഴുതക്കാട്, ഒപ്പം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ. സ്വാഗതം ചെയ്യാം ഭവൻസ് വിദ്യാമന്ദിർ എളമക്കര, ചിന്യ വിദ്യാലയ നരുവാമൂട്. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എൻ്റെ പേര് അങ്കിത, ഞാൻ 9th പഠിക്കുന്നു. എൻ്റെ പേര് പവിത്ര, ഞാൻ 8th പഠിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 4 റൗണ്ടുകൾ? കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. നമുക്ക് ബാക്കി നോക്കാം ഈ ഒരു പത്മവ്യൂഹം കൂടെ അല്ലേ. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എൻ്റെ പേര് അനുഗ്രഹ, ഞാൻ 9ാം തരത്തിൽ പഠിക്കുന്നു. എൻ്റെ പേര് അമ്മയ, ഞാൻ 9ാം തരത്തിൽ പഠിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു 4 റൗണ്ടുകൾ? പെർഫോം ചെയ്യാൻ പറ്റി. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു റൗണ്ടും കൂടെ കഴിയുമ്പോൾ നോക്കാം അല്ലേ. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എൻ്റെ പേര് അന്നത, ഞാൻ 8ാം ക്ലാസ്. എൻ്റെ പേര് മനസി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, മോളാണല്ലേ നമ്മുടെ ഒരു വജ്രവ്യൂഹം റൗണ്ടില് സൗണ്ട് ഒക്കെ കൊടുത്തത്, വോയിസ് ഓവർ ഒക്കെ ചെയ്തത് അല്ലേ. ശീലുണ്ടോ? അതിനു മുൻപൊക്കെ ചെയ്തിട്ടുണ്ടോ? അത് ആദ്യമായിട്ടാണോ? മൈക്ക് രണ്ടാമത്തെ പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം എവിടെയായിരുന്നു? സ്കൂളില്. അപ്പൊ സ്ഥിരം വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ് സ്കൂളില്. എങ്ങനെയുണ്ടായിരുന്നു 4 റൗണ്ടുകൾ? നന്നായി ചെയ്തു. ഇനിയിപ്പോ ഈ റൗണ്ടും കൂടെ നമുക്ക് നോക്കാം അല്ലേ. ഓൾ ദി ബെസ്റ്റ്. ഇനി ചിന്മയ വിദ്യാലയ നരുവാമൂട്. എൻ്റെ പേര് നീരജ് ആർ, ഞാൻ 9ാം തരത്തിൽ പഠിക്കുന്നു. എൻ്റെ പേര് ശ്രേയ മഹേഷ്, ഞാൻ 7ാം തലത്തിൽ പഠിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു 4 റൗണ്ടുകൾ? ബസ് റൗണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ റൗണ്ടിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ റൗണ്ടിലൂടെ കുറച്ചുകൂടെ നന്നായിട്ട് ആക്കാൻ ശ്രമിക്കും. ഇതിൽ ബസർ ഇല്ലല്ലോ, നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കണമല്ലോ അല്ലേ. അതെ, ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആദ്യത്തെ ഘട്ടമായിരുന്നുവെങ്കിൽ ടെൻഷൻ ഒരു ലേശം അടിക്കാം. കാരണം ഒരു പക്ഷേ ആ റൗണ്ടിൽ നിങ്ങൾ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തില്ലെങ്കിൽ ഔട്ട് ആവും എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. നിങ്ങൾ നന്നായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലാരും പുറത്താവുകയോ ഒരു എലിമിനേഷനോ സെലക്ഷൻ റൗണ്ടോ ഒന്നും തന്നെയല്ല. അപ്പോൾ നമുക്ക് ഇത്രയും ഈ കഴിഞ്ഞ റൗണ്ടുകളൊക്കെ, ഇപ്പോൾ ഈ 4 റൗണ്ടുകൾ കഴിഞ്ഞു. ഇതിലിപ്പോൾ പലരും ആദ്യമായിട്ടാണ് ബസർ റൗണ്ടിൽ വരുന്നത്, ആദ്യമായിട്ടാണ് വേദിയിലൊരു നാടകം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ഈ മത്സരാർത്ഥികളുടെയും അവരുടെ ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഒക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പോൾ ആ എഫേർട്ട് ഒന്ന് കണ്ടുവരാം. നമ്മൾ 5 പേരും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കാണ്ഡാവതാരണത്തിലെ ഒരു ചെറിയ ഭാഗമാണ്.
നമ്മൾ സ്കൂളിൽ നിന്ന് വളരെ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നു. ടീച്ചർമാരും മാഷുമാരും ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മൾക്ക്. സാം സാറിൻ്റെ ഗ്രൂമിങ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടിയിരുന്നു. ആദ്യം ഇവർക്കൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ മാറിക്കിട്ടി. അമ്മ എന്താണ് പറയുന്നത്? കൂട്ടത്തോട് മരിക്കാനോ? ഇല്ലമ്മേ, അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ച് അഗ്നി പ്രവേശിക്കാതെ എവിടെയെങ്കിലും എത്രയും പെട്ടെന്ന് പറന്നു പോയാലും രക്ഷപ്പെട്ടു പോകും അമ്മേ. ഇല്ല മക്കളെ, ഒരിക്കലുമില്ല. അമ്മയ്ക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈശ്വര, ഇവരെ രക്ഷിക്കാൻ ഞാനൊരു മാർഗവും കാണുന്നില്ലല്ലോ. അമ്മ മരിക്കരുത്. അങ്ങനെ വന്നാൽ എങ്ങനെയാണ് നമ്മുടെ കുലത്തിൽ സന്തതികൾ ഉണ്ടാവുക? പുത്രസ്നേഹ നിമിത്തം കുലത്തിൽ സർവനാശം വരുത്തല്ലേ അമ്മേ? നമ്മൾ ചിന്മയ വിദ്യാലയം നരിയാമൂടിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഇവിടെ ശ്രേഷ്ഠ ഭാരതം എന്ന പ്രോഗ്രാമിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. ആ സ്കിറ്റിൻ്റെ പ്രധാന ഭാഗം കിർമീര വധമാണ്. നമ്മൾ സ്കൂളിൽ വെച്ച് ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. എന്നിട്ടാണ് നമ്മളിവിടെ ഗ്രൂമിങ്ങിന് വേണ്ടി എത്തിയത്. ഗ്രൂമിങ് തുടങ്ങിയപ്പോൾ ചെറിയതായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല മാറിക്കിട്ടി. ആദ്യമായി ഞാൻ ഈ ഭീമനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. അല്ലയോ രാക്ഷസ, നിനക്കത് സാധിക്കില്ല. നീ ഞങ്ങളോട് എതിരിട്ടാൽ നിനക്കും ബെഗന്റെയും ഹിഡുമന്റെ അവസ്ഥയാണ് ഉണ്ടാകുക. നിർത്തൂ നിന്റെ ജൽപ്പനം. ഭീമസേന, യുദ്ധത്തിന് തയ്യാറാവുക. ഞങ്ങൾ ചിന്മയ വിദ്യാലയ വഴുതക്കാടിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. ഞങ്ങൾ ഇന്നിവിടെ ഭഗവതമാണ് സ്കിറ്റിനായി അവതരിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് പ്രാക്ടീസ് നൽകിയ ഞങ്ങളുടെ ടീച്ചേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സും പിന്നെ അതിനെ സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്ന പ്രിൻസിപ്പൽ ആശലത ടീച്ചറും ദീപ മാമും അതുപോലെ ഞങ്ങളുടെ മലയാളം ടീച്ചേഴ്സ്, അതുപോലെ എല്ലാ ലാംഗ്വേജ് ടീച്ചേഴ്സും എല്ലാം നമുക്ക് പ്രാക്ടീസ് തന്നിരുന്നു. അതുപോലെ ഇവിടെ വന്നപ്പോൾ ഗ്രൂമിങ് ലഭിച്ചു. ഗ്രൂമിങ്ങിലൂടെ ഞങ്ങളുടെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ ഞങ്ങളുടെ ഡയലോഗ്സും ഒക്കെ കറക്റ്റ് ആക്കാൻ സാധിച്ചു. അതിന് ഗ്രൂമേഴ്സിനോട് നന്ദി. അതുപോലെ ഞങ്ങളുടെ ടീച്ചേഴ്സിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു.
നന്നായി സ്കിറ്റ് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഹേ രാക്ഷസ, നിന്റെ ആധിപത്യത്തിൽ നിന്നും ഈ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ ഭവൻസ് വിദ്യാ മന്ദിർ എളമക്കരയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ഇവിടെ തപതി സംവരണം എന്നുള്ളൊരു നാടകം ചെയ്യുവാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ മിസ്സുമാർ ഞങ്ങളെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഗ്രൂമിങ് സെഷനിൽ നിന്നപ്പം ഞങ്ങൾ കുറേ ഇംപ്രൂവായി. ഞങ്ങൾ നല്ലോണം ഈ നാടകം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. രാജ്യം ഭരിക്കുന്ന ഇത്ര ശക്തനായ രാജാവ് ഇങ്ങനെ ബോധരഹിതനായാലോ? ഭവതി ക്ഷമിച്ചാലും ഭവതിയെ കണ്ടത് മുതൽ മറ്റൊരു സ്ത്രീയിലും അനുരക്തനാവാത്ത വിധത്തിൽ നാം വിവശനായി തീർന്നിരിക്കുന്നു. മറ്റാരെയും കാണാൻ നമുക്കിനി സാധിക്കുകയില്ല. വിവാഹങ്ങളിൽ ഉത്തമ ഗാന്ധർവം എന്നല്ലേ പറയാം. നമുക്ക് ഗാന്ധർവ വിവാഹം ചെയ്യാം, ഭവതി അനുവദിക്കുമെങ്കിൽ. ഹേ രാജൻ, ലോകപ്രദീപനായ സൂര്യദേവന്റെ പുത്രിയായ തപതിയാണ് ഞാൻ. കന്യകയായ എനിക്ക് എന്റെ പ്രാണനിലും ദേഹത്തിലും സ്വാതന്ത്ര്യമില്ല. പിതാവായ സൂര്യദേവന്റെ സമ്മതത്തോടെ മാത്രമേ എൻ്റെ വിവാഹം നടക്കൂ. അതിനാൽ അങ്ങ് അദ്ദേഹത്തിന്റെ അനുവാദം തേടിയാലും. അപ്പോൾ ഇനി നമ്മൾ 5ാമത്തെ വ്യൂഹം പത്മവ്യൂഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള. ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. അപ്പൊ എത്രയാണ് ഈ കഴിഞ്ഞ 4 റൗണ്ടിനെയും ചേർന്നിട്ടുള്ള ടോട്ടൽ മാർക്ക് എന്ന് അറിയാനുള്ള സമയം. മാർക്കിലേക്ക്. എൻ്റെ പേര് ഗോപിക. ഞാൻ കുടാലി ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം തരം വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് അനുഗ്രഹ. ഞാൻ കുടാലി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം തരം വിദ്യാർത്ഥി. യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം. ശരിയായി യത്നിക്കുന്ന സാധകന്മാർ ജീവാത്മാവിന്റെ രൂപത്തിൽ വിലസുന്ന പരമാത്മാവിനെ അവനവന്റെ ഉള്ളിൽ കുടികൊള്ളുന്നതായിട്ട് കാണുന്നു. അജ്ഞാതവാസത്തിനായി പാണ്ഡവർ തെരഞ്ഞെടുത്ത സ്ഥലം. വിരാട രാജധാനി. ഉത്തരം ശരിയാണ്. അജ്ഞാതവാസകാലത്ത് അർജുനന്റെ പേരെന്തായിരുന്നു? ബൃഹന്നള. ഉത്തരം ശരിയാണ്. വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള യുദ്ധത്തിൽ ഹരിശ്ചന്ദ്രനെ കരുവാക്കിയത് തികച്ചും ശരി തന്നെയാണ്. കാരണം ഈ ഒരു യുദ്ധം കാരണമാണ്, ഈ ഒരു മത്സരം, ഈ ഒരു പോരാട്ടം കാരണമാണ് ഹരിശ്ചന്ദ്രന്റെ സത്യം ഈ ലോകമെമ്പാടും അറിഞ്ഞത്. കാരണം നമ്മുടെ മഹാത്മാവ്, നമ്മുടെ ഗാന്ധിജി അദ്ദേഹത്തെ ഒരു സത്യത്തിന്റെ ഗുരുവായി പറയുന്നുണ്ട്. തന്റെ ഭാര്യയെയും മകനെയും എല്ലാവരെയും വിട്ട് കളഞ്ഞിട്ട് വേറെ എവിടെയോ ഒരു നാട്ടിൽ ചെന്ന് താമസിച്ച് അത്രയ്ക്കും പാപം ചെയ്ത വിശ്വാമിത്രനാണോ ഒരു സത്യവാദിയായ ഹരിശ്ചന്ദ്രന്റെ സത്യവാദത്തെ പരീക്ഷിക്കുന്നത്? അതിന് അദ്ദേഹം ഇവിടെ ഒരു പോരല്ല നടത്തുന്നത്, അദ്ദേഹം ഹരിശ്ചന്ദ്രനെയാണ് പരീക്ഷിക്കുന്നത്. പക്ഷേ ഈ പരീക്ഷണം അഗ്നിദേവന് നീ കൊടുത്ത വാക്ക് മറന്നുപോയോ? ഇല്ല സഖി, ഒരിക്കലുമില്ല. അഗ്നിദേവന്റെ നിറവും തേജസ്സും വീണ്ടെടുത്ത് നൽകേണ്ടത് ഇപ്പോൾ എന്റെ കൂടി കർത്തവ്യമാണ്. ഈ അഗ്നിപ്രളയത്തിൽ നമ്മളും കൂടി അകപ്പെട്ടു പോകുമല്ലോ. പറഞ്ഞു നിൽക്കാൻ നേരമില്ല. അഗ്നീത അടുത്തെത്തി കഴിഞ്ഞു. അപ്പൊ ദുഃഖം കൊണ്ട് എന്തെല്ലാമോ പുലമ്പുകയാണ്. ഞാൻ ശ്രേയ മഹേഷ്.
7ാം തലത്തിൽ പഠിക്കുന്നു. എൻ്റെ പേര് അപർണ ഉദയൻ. ഞാൻ 9ാം തലത്തിൽ പഠിക്കുന്നു. ഏതാന്യപി തു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. യജ്ഞവും ദാനവും തപസ്സും നിസ്സംഗഭാവത്തിൽ, അതായത് കർത്തൃത്വ ഭോക്തൃത്വാഭിമാനം വെടിഞ്ഞു വേണം ചെയ്യാൻ എന്നതാണ് തൻ്റെ അഭിപ്രായമെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നതാണ് പ്രസ്തുത സന്ദർഭം. അജ്ഞാതവാസകാലത്ത് പാഞ്ചാലിയുടെ പേരെന്തായിരുന്നു? മാലിനി. ഉത്തരം ശരിയാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പ്രയോഗത്തിന്റെ അന്തരാർത്ഥം എന്താണ്? കീചകനെ പോലെ ബലവാനായ ഒരാളെ കൊല്ലാൻ ഭീമൻ മാത്രമേ ഈ ലോകത്ത് കഴിവുള്ളൂ. ഉത്തരം ശരിയാണ്. അശ്വത്ഥാമാവ് എന്താണ് ചെയ്തത്? ഒരു ബ്രാഹ്മണന്റെ ധർമ്മമാണോ അദ്ദേഹം ചെയ്തത്? ഒരു മാതൃത്വത്തെ തന്നെ അദ്ദേഹം നശിപ്പിക്കുവാനല്ലേ ശ്രമിച്ചത്? അദ്ദേഹത്തിന് മുക്തി എന്ന് പറയുന്ന കിട്ടിയാൽ ഒരു ബ്രാഹ്മണൻ യുദ്ധം ചെയ്യാം. രാജാവിന്റെ കൽപ്പന കിട്ടിയാൽ യുദ്ധം ചെയ്യാം. പക്ഷേ എന്താണ് അവിടെ നടന്നത്? അധർമ്മമാണ് അവിടെ നടന്നത്. ഉറങ്ങിക്കിടന്നവരെ പാണ്ഡവർ എത്ര അധർമ്മം ചെയ്തിട്ടുണ്ട്? ആ അധർമ്മത്തെ അല്ല ഞാൻ പറയുന്നത്, അധർമ്മം തന്നെയാണ്. രാക്ഷസദ്രോഹിയായ നിന്നെ കൊന്ന് നിന്റെ രക്തം കൊണ്ട് ഞാൻ ഇന്ന് എന്റെ ജ്യേഷ്ഠനോടുള്ള കടമ നിർവഹിക്കും. ഹേ യുധിഷ്ഠിര, ആദ്യമായി ഞാൻ ഈ ഭീമനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. കിർമീരനെ വധിച്ച് കാമ്യകവനം ജനസഞ്ചാര യോഗ്യമാക്കി തീർത്ത പാണ്ഡവരോട് ഋഷിവര്യന്മാർക്കും ജനങ്ങൾക്കും വളരെ കാര്യമാണ്. അവരെ ദ്രോഹിക്കുന്നത് ശരിയല്ലെന്ന് അങ്ങ് പുത്രനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും മഹാരാജാവേ. എൻ്റെ പേര് പവിത്ര. ഞാൻ 8th പഠിക്കുന്നു. എൻ്റെ പേര് സ്വാതി. ഞാൻ 9th പഠിക്കുന്നു. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ. സന്യാസത്തിനും ത്യാഗത്തിനും ഉപേക്ഷിക്കൽ എന്ന അർത്ഥമുണ്ട്. എന്നാൽ അതിൻ്റെ സൂക്ഷ്മമായ അർത്ഥഭേദം അർജുനന് മനസ്സിലായില്ല. അതുകൊണ്ട് അതിൻ്റെ തത്വം പറഞ്ഞു തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 18ാം അധ്യായമായ മോക്ഷ സന്യാസ യോഗം ആരംഭിക്കുന്നു. ദുര്യോധനൻ ഏത് രാജ്യത്തെ രാജാവായിരുന്നു? ഹസ്നരാജി. ഹസ്തിനപുരി. ആ ഉത്തരം ശരിയാണ്. കൃഷ്ണൻ വച്ച നിബന്ധനകൾ ഏതല്ല? ഒന്നെങ്കിൽ ഞാൻ നിരായുധനായി ഒരാളുടെ കൂടെ ഒരാളുടെ സൈന്യത്തിൽ നിൽക്കും, അല്ലെങ്കിൽ എൻ്റെ ആയിരക്കണക്കിനുള്ള എൻ്റെ സൈന്യങ്ങളെ എല്ലാം ഒരാൾക്ക് കൊടുക്കും. ഉത്തരം ശരിയാണ്. മഹാഭാരതത്തിലുള്ളത് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളുമാണ്. പണ്ട് വേദവ്യാസൻ എഴുതിയത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ സംഭവിക്കുന്ന ഓരോ പല കാര്യങ്ങളും. അതുകൊണ്ട് അതേ ദീർഘവീക്ഷണം മോക്ഷമാർഗമാണ്. വേദത്തിന് കർത്താവില്ല, എന്നാൽ മഹാഭാരതം വ്യാസവിരചിതമാണ്. വേദത്തിൽ അധർമ്മത്തിന് സ്ഥാനമില്ല, എന്നാലും വേദവ്യാസൻ എഴുതിയതനുസരിച്ച് നമ്മൾ മഹാഭാരതം ഒരു കഥയാണ്. പക്ഷേ എന്നാലും നമ്മൾ അതനുസരിച്ച് ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് അധർമ്മമായാലും ധർമ്മമായാലും അതിൽ നിന്ന് നാം എന്തെല്ലാമാണ് പഠിക്കേണ്ടത്, ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് എന്തോ വലിയ ആപത്തിൽ അകപ്പെട്ടതായി തോന്നുന്നുവല്ലോ. അങ്ങ് എന്തിനാണ് ഈ വിധം സങ്കടപ്പെടുന്നത്? ദേവി, ഭഗൻ എന്നൊരു രാക്ഷസൻ ഗ്രാമത്തിന് സമയമുള്ള വനത്തിൽ വസിക്കുന്നു. അവന്റെ ഉപദ്രവം സഹിയാതെ നാട്ടുകാർ ചേർന്ന് ഒരു കരാർ നടപ്പിലാക്കി. പറയൂ മാതാവേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പുത്ര, നമുക്ക് അഭയം നൽകിയ ബ്രാഹ്മണനും കുടുംബവും ഒരു വലിയ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തെ തന്നെ വിഴുങ്ങാൻ പോന്ന ആ ആപത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. ഞാൻ നവമി എസ് നായർ, 7th പഠിക്കുന്നു. ഞാൻ ഗീതാഞ്ജലി ആർവാണി, 8th പഠിക്കുന്നു. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികി. അർജുനന്റെ സംശയത്തിന് ഉത്തരമായി ത്യാഗത്തെയും സന്യാസത്തെയും കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്.
ഭഗവത്ഗീതയിലെ സംഗ്രഹ അധ്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന 18-ാം അധ്യായത്തിലാണ് പ്രസ്തുത ശ്ലോകം. ഈ അധ്യായത്തിൽ ഇതുവരെയുള്ള 17 അധ്യായങ്ങളിലൂടെയും ഭഗവാൻ അർജുനനെ ഉപദേശിച്ച ഗീതാശാസ്ത്രത്തിന്റെ സംക്ഷിപ്തമാണ് നടത്തുന്നത്. ഭഗവത്ഗീതയിലെ അവസാനത്തെ ശ്ലോകം ഏത്? 700-ാമത്തെ ശ്ലോകം. 700-ാമത്തെ ശ്ലോകം ഏത്? യത്ര യോഗേശ്വരോ കൃഷ്ണ യത്ര പാർത്ഥോ ധനുർധര. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര. ദുര്യോധനൻ ഇരിപ്പുറപ്പിച്ചത് എവിടെ? ശ്രീകൃഷ്ണന്റെ തലയ്ക്ക് ഇട്ടിരുന്ന സിംഹാസനത്തിൽ. ഉത്തരം ശരിയാണ്. പല സന്ദർഭങ്ങളിലും കർണൻ ദുര്യോധന ഉപദേശിച്ചിട്ടുണ്ട്. ദ്രൗപദി പരിണയത്തിന് ശേഷം ദുര്യോധനും പാണ്ഡവരോട് വളരെയധികം പകയുണ്ടായിരുന്നു. അവർക്ക് നകുല സഹദേവന്മാരെ മറ്റുള്ളവരിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അങ്ങനെ അവരുടെ ആ സ്നേഹം പൊളിക്കണം എന്ന ആഗ്രഹങ്ങൾ ദുര്യോധന ഉണ്ടായിരുന്നു. ഒരു പ്രതിസന്ധിയിൽ അപമാനിതനായ സമയത്ത് തന്നെ കൂടെ നിന്ന ആളെ സുഹൃത്തായി മാറ്റില്ല കർണനെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. അപമാനിതനാവാൻ കർണൻ തന്നെയാണ്. കാരണം ആരും അവിടെ കർണനെ ക്ഷണിച്ചിട്ടുമില്ല. ദേവിമാരിലും ഗന്ധർവ സ്ത്രീകളിലും മനുഷ്യ സ്ത്രീകളിലും രാക്ഷസിമാരിലും നാഗസ്ത്രീകളിലും ഒന്നും ഇത്രയും സൗന്ദര്യം നാം കണ്ടിട്ടില്ല. ദയവായി ഭവതി ആരാണെന്ന് പറഞ്ഞാൽ. രാജഗുരുവിന് വന്ദനം. ഒരു സുന്ദരിയുടെ മനോഹര രൂപം നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. അവൾ സ്വന്തമായാലേ നാം പൂർണ്ണനാകൂ എന്ന് നമ്മുടെ മനസ്സ് പറയുന്നു ഗുരു. ആരാണ് രാജ്യൻ ആ ഭാഗ്യവതി? ബഹുമാനീയനും ഭൂലോക പ്രഭാമയനുമായ സൂര്യഭഗവാന്റെ പുത്രിയാണവൾ, തപതി. അപ്പോ 4 വ്യൂഹങ്ങളുടെ മാർക്കൊക്കെ അറിഞ്ഞല്ലോ. ശ്രേഷ്ഠ ഭാരതത്തിൽ അപ്പൊ നമുക്ക് 5-ാമത്തെ റൗണ്ടായ പത്മവ്യൂഹത്തിലേക്ക് കടന്നാലോ? ആരംഭിക്കാം പത്മവ്യൂഹം. അപ്പോൾ ഈ ഒരു റൗണ്ട് നിങ്ങൾക്ക് ഇതിനു മുൻപ് റാപ്പിഡ് ഫയറിൽ മത്സരിച്ചൊരു പരിചയമുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു റൗണ്ടിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ, അതെന്തൊക്കെയാണെന്ന് ക്രിസ് പറയും. വളരെ സിമ്പിൾ. 90 സെക്കൻഡ് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. എത്ര ഉത്തരങ്ങൾ വേണമെങ്കിലും പറയാം. ക്ലിയർ ആയിട്ട് പറയുക. ചോദ്യം കേട്ടിട്ട് ഉത്തരം പറയുക. കാരണം ബസർ റൗണ്ട് അല്ല. ആദ്യം പറയുന്നവർക്ക് കൂടുതൽ മാർക്ക് കിട്ടില്ല. ഓരോ ഉത്തരത്തിനും ശരി ഉത്തരത്തിനും 10 മാർക്ക് വീതമാണ് ലഭിക്കുക. നിങ്ങൾ എത്ര ഉത്തരം പറയുന്നു അതിനെ 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കായി. ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. തെറ്റിയാലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതാണ് ഈ ഒരു റൗണ്ടിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അവസരം ചിന്മയ വിദ്യാലയ വഴുതക്കാട് അല്ലേ? ആരംഭിക്കാം. നിങ്ങളുടെ 90 സെക്കൻഡ് ഇതാ ആരംഭിക്കുന്നു. ശ്രീകൃഷ്ണന്റെയും ജാമ്പവതിയുടെയും പുത്രനാര്? ശരി ഉത്തരം. ഇന്ദ്രൻ ബ്രഹ്മഹത്യാപാപത്തെ തുടർന്ന് ഒളിച്ചു താമസിച്ചപ്പോൾ ദേവലോകത്ത് ഇന്ദ്രനായതാര്? ശരി ഉത്തരം. സത്യത്തെ പോലെ വിശിഷ്ടമായ ഗുണമാണ് എന്ന് വിദുരർ പറയുന്നത് എന്തിനെ കുറിച്ച്? 70 സെക്കൻഡ്സ് ബാക്കി. സത്യത്തെ പോലെ വിശിഷ്ടമായ ഗുണമാണ് എന്ന് വിദുരർ പറയുന്നത് എന്തിനെ കുറിച്ച്? സമയം പോന്നു. തെറ്റുത്തരം. എത്ര തരം കർമ്മങ്ങളുണ്ടെന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നത്? തെറ്റ്. ദമ്പോദ്ഭവൻ ആരുമായിട്ടാണ് യുദ്ധം ചെയ്തത്? 50 സെക്കൻഡ്സ് ബാക്കി. ദമ്പോദ്ഭവൻ ആരുമായിട്ടാണ് യുദ്ധം ചെയ്തത്? 40 സെക്കൻഡ്. സമയം പോകുന്നു. അറിയില്ല. ഓക്കെ, സ്കിപ്പ്. ത്വഷ്ടാവിന്റെ പുത്രനാര്? തെറ്റുത്തരം. പാണ്ഡവസഭയിൽ അവസാനമായി സംസാരിച്ചത് ആരെന്നാണ് സഞ്ജയൻ പറയുന്നത്? 25 സെക്കൻഡ്. പാണ്ഡവസഭയിൽ അവസാനമായി അർജുനൻ. ശരി ഉത്തരം. സനത്സുജാത മഹർഷിയുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് അമൃത തത്വം? 15 സെക്കൻഡ്. ഓക്കെ, സ്കിപ്പ് ചെയ്യാം. ആരാണ് ഇന്ദ്രാണിയെ താമരപ്പൂവിൽ ഒളിച്ചു താമസിക്കുന്ന ഇന്ദ്രന്റെ അടുത്തെത്തിച്ചത്? 5 സെക്കൻഡ്. തെറ്റുത്തരം. 2 1 0. എന്ത് പറ്റി? ചില ചോദ്യത്തിന് ടൈം എടുത്തല്ലോ. ചിലപ്പോ സ്കിപ്പ് ചെയ്യായിരുന്നു. ടെൻഷനാണോ കൺഫ്യൂഷനാണോ? അങ്ങനെയൊന്നുമില്ല അല്ലേ? ഓക്കെ, നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 3-ാമത്തെ ചോദ്യം. സത്യത്തെ പോലെ വിശിഷ്ടമായ ഗുണമാണ് എന്ന് വിദുരർ പറയുന്നത് ക്ഷമയെക്കുറിച്ചാണ്. ക്ഷമയായിരുന്നു ശരി ഉത്തരം.
എത്ര തരം കർമ്മങ്ങളുണ്ടെന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നത്? ആർക്കെങ്കിലും പറയാമോ? എത്ര തരം കർമ്മങ്ങളുണ്ടെന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നത്? 3 ശരി ഉത്തരം. അതിന് മാർക്കിൽ. എന്നാലും അറിയാൻ വേണ്ടി, ദമ്പോദ്ഭവൻ ആരുമായിട്ടാണ് യുദ്ധം ചെയ്തത്? നരനാരായണന്മാരാണോ? ആരോടുമായിട്ടാണ് യുദ്ധം ചെയ്തത്? നരർഷി. അതാണ് ശരി ഉത്തരം. നരർഷിയാണ് ശരി ഉത്തരം. ഓക്കെ. ത്വഷ്ടാവിന്റെ പുത്രൻ? വിശ്വരൂപൻ. ശരി ഉത്തരം. ഓക്കെ. സനസുജാത മഹർഷിയുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് അമൃത തത്വം? മൈക്കിൽ പറയൂ. ഇല്ല, അറിയില്ല. അപ്രമാദമാണ് അമൃത തത്വം. അവസാനത്തെ ചോദ്യം, ആരാണ് ഇന്ദ്രാണിയെ താമരപ്പൂവിൽ ഒളിച്ചു താമസിക്കുന്ന ഇന്ദ്രന്റെ അടുത്ത് എത്തിച്ചത്? ഉപശ്രുതിയാണ് ശരി ഉത്തരം. ഓക്കെ. അപ്പൊ കൂടാലി ഹയർ സെക്കൻഡറി സ്കൂൾ റെഡിയാണല്ലോ? അപ്പോൾ ഒരാൾ ഉറപ്പിച്ച് ഉത്തരം പറയാ, ഉറക്കെ പറയാ, അധികം ആലോചിച്ച് സമയം കളയാതിരിക്കാം. ഓക്കെ. നിങ്ങളുടെ 90 സെക്കൻഡ് ഇത് ആരംഭിക്കുന്നു. ബലരാമൻ ആരുടെ പക്ഷത്തായിരുന്നു? ബലരാമൻ ആരുടെ പക്ഷത്തായിരുന്നു? നിഷ്പക്ഷമായിരുന്നു. ശരി ഉത്തരം. ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപം ഇല്ലാതാക്കുവാൻ എന്ത് ചെയ്യണമെന്നാണ് വിഷ്ണു ഭഗവാൻ നിർദ്ദേശിച്ചത്? ശരി ഉത്തരം. ശമം, ദമം, ഉപരതി, തിതിക്ഷ എന്നീ ഗുണങ്ങളെ പരിശീലിച്ചാൽ എന്തിനെ ജയിക്കാം? ശരി ഉത്തരം. ഭീഷ്മകന്റെ പുത്രനാര്? ശരി ഉത്തരം. മാതലിയുടെ പുത്രി ആരായിരുന്നു? ഗുണകേശി. ശരി ഉത്തരം. വിശ്വരൂപന് എത്ര മുഖങ്ങൾ ഉണ്ടായിരുന്നു? ശരി ഉത്തരം. പകുതി രാജ്യവും കൂടെ എത്ര ഗ്രാമങ്ങളും തങ്ങൾക്ക് വേണമെന്നാണ് പാണ്ഡവർ ആവശ്യപ്പെട്ടത്? 5. ശരി ഉത്തരം. പ്രമാദമാണ് എന്ന് സനസുജാത മഹർഷി പറയുന്നു എന്തിനെ കുറിച്ച്? മൃത്യു. ശരി ഉത്തരം. നഹുഷനെ ശപിച്ചതാര്? അഗസ്ത്യ മഹർഷി. ശരി ഉത്തരം. ആധ്യാത്മിക കാര്യങ്ങളെ പറ്റി ധൃതരാഷ്ട്രരെ ഉപദേശിക്കാൻ വിതുരർ ആരെയാണ് നിയോഗിച്ചത്? ശരി ഉത്തരം. സ്ഥൂണാകർണൻ എന്നും സ്ത്രീയായി തീരട്ടെ എന്ന് ശപിച്ചതാര്? യക്ഷരാജാവായ കുബേരൻ. ശരി ഉത്തരം. ഇന്ദ്രനെ വധിക്കാനായി ത്വഷ്ടാവ് സൃഷ്ടിച്ചത് ആരെയാണ്? വൃത്രൻ, വൃത്രാസുരൻ. ശരി ഉത്തരം. ഭീഷ്മനെ വധിക്കണമെന്ന് അംബ ആരോടാണ് ആവശ്യപ്പെട്ടത്? പരശുരാമനോട്. ശരി ഉത്തരം. ഇന്ദ്രപത്നി ആരായിരുന്നു? ശചീദേവി. ശരി ഉത്തരം. 14 ചോദ്യങ്ങൾക്ക് 14 ശരി ഉത്തരം. ആദ്യത്തെ ടീമിന് 3 ശരി ഉത്തരത്തിന് 30 മാർക്കും, രണ്ടാമത്തെ ടീമിന് ഇപ്പോൾ 14 ചോദ്യങ്ങൾക്ക് 14 ഉത്തരം പറഞ്ഞ് 140 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇനി അടുത്ത 2 ടീമിന്റെ പെർഫോമൻസിനുള്ള സമയമാണ്. പക്ഷെ അതിനു മുൻപായി ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിൽ പത്മവ്യൂഹം റൗണ്ട് തുടരുന്നു. 2 ടീമുകൾ മത്സരിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി ഭവൻസ് വിദ്യാമന്ദിർ എളമക്കര കൊച്ചി. റെഡിയല്ലേ? ഓക്കെ. 90 സെക്കൻഡ് ആണ്. മൈക്ക് അടുത്ത് പിടിക്കുക. ഉത്തരം പറയുന്നത് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. നിങ്ങൾക്കറിയാം, സമ്മതിച്ചു. അത് എനിക്കും കൂടെ കേൾക്കണം, കാരണം പേര് പറഞ്ഞ പോലെ ഞാൻ കേട്ടില്ല. ഓക്കെ. അപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ 90 സെക്കൻഡ് ഇത് ആരംഭിക്കുന്നു. ബലരാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാതെ എവിടെ പോയിരുന്നു? സരസ്വതി നദിയുടെ തീരത്ത്. എന്തിനാണ് പോയതെന്ന് പറയാമോ? തീർത്ഥയാത്രയ്ക്ക്. ശരി ഉത്തരം. മഹാഭാരത പ്രകാരം ബ്രഹ്മഹത്യാ പാപത്തെ എത്ര പേർക്കാണ് ഇന്ദ്രൻ വിഭജിച്ചു കൊടുത്തത്? 75. ഓക്കെ. നരകത്തിലേക്ക് എത്താൻ എത്ര ദ്വാരങ്ങളുണ്ട്? 3 ദ്വാരങ്ങൾ. ശരി ഉത്തരം. രുക്മിയുടെ വില്ലിന്റെ പേരെന്ത്? ഐന്ദ്രം. ഐന്ദ്രം. ശരി ഉത്തരം. ഗുണകേശിയുടെ പതിയാണ്? സുമുഖൻ. ശരി ഉത്തരം. വിശ്വരൂപന്റെ മറ്റൊരു നാമം എന്ത്? ത്രിശിരസ്. ശരി ഉത്തരം. വനാന്തരത്തിൽ പ്രയോപവേശം ചെയ്യുന്ന ശിഖണ്ഡി പെൺകുട്ടിയെ ആരാണ് കണ്ടത്? സ്ഥൂണാകർണൻ. ഗന്ധർവൻ. ഏതെങ്കിലും ഒരു ഉത്തരം. ഏതാണ് ഉത്തരം? വനാന്തരത്തിൽ പ്രായോപവേശം ചെയ്യുന്ന ശിഖണ്ഡി പെൺകുട്ടിയെ ആരാണ് കണ്ടതെന്നാണ് ചോദ്യം. യക്ഷൻ. ശരി ഉത്തരം. ഓക്കെ. കൃഷ്ണാർജുനന്മാർ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്നാണ് വ്യാസർ പറയുന്നത്? ശരി ഉത്തരം. ശാപത്തെ തുടർന്ന് നഹുഷൻ ആരായി തീർന്നു? പാമ്പായി തീരുന്നു. പാമ്പായി തീർന്നു. ശരി ഉത്തരം.
ഏത് അസ്ത്രമാണ് പരശുരാമനെ ഉറക്കിക്കിടത്താൻ ഭീഷ്മർ പ്രയോഗിച്ചത്? പ്രസ്വാഭാസ്ത്രം. ശരി ഉത്തരം. ആരുടെ പുനർജന്മമാണ് ശിഖണ്ഡി? അമ്പ. ശരി ഉത്തരം. വൃത്രമുഖത്തിൽ നിന്നും ഇന്ദ്രനെ മോചിപ്പിക്കാൻ ദേവന്മാർ ആരെയാണ് സൃഷ്ടിച്ചത്? ജംബിക. ജംബിക. ശരി ഉത്തരം. 12 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, അതിൽ 11 ശരി. നിങ്ങൾക്ക് വിട്ടുപോയ ഒരു ചോദ്യം, മഹാഭാരത പ്രകാരം ബ്രഹ്മഹത്യാ പാപത്തെ എത്ര പേർക്കാണ് ഇന്ദ്രൻ വിഭജിച്ചു കൊടുത്തത്? ആർക്കെങ്കിലും അറിയാമോ? അതിനും ടെൻഷനില്ല, പറയാൻ. 5. ഇനി അടുത്തതായി ചിന്മയ വിദ്യാലയ നരുവാമോട്. ടെൻഷൻ ഉണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? നിങ്ങളുടെ 90 സെക്കൻഡ് ഇത് ആരംഭിക്കുന്നു. മദ്രാധിപതി ആരായിരുന്നു? ശല്യർ. ശരി ഉത്തരം. നഹുഷനെ ഭയന്ന് ഇന്ദ്രൻ എവിടെയാണ് ഒളിച്ചു താമസിച്ചത്? ഹിമാലയത്തിന്റെ അടുത്തുള്ള ഒരു സരസിലുള്ള താമരപ്പൂ. താമരപ്പൂ. ശരി ഉത്തരം. ധർമ്മത്തിന് എത്ര മാർഗങ്ങളുണ്ടെന്നാണ് വിദുരർ പറയുന്നത്? 75 ധർമ്മത്തിന് എത്ര മാർഗങ്ങൾ ഉണ്ടെന്നാണ് വിദുരർ പറയുന്നത്? ഓക്കെ, സ്കിപ്പ്. മഹാഭാരത യുദ്ധത്തിൽ ഒഴിഞ്ഞു നിന്ന മഹാവീരന്മാർ ആരെല്ലാമാണ്? ബലരാമൻ, രുക്മി. ഓക്കെ. സുമുഖന് ആയുസ് നൽകിയത് ആര്? ഇന്ദ്രദേവൻ അമൃത് നൽകി. ഓക്കെ. സിന്ധു രാജ്യത്തെ രാജാവ് ആര്? ജയദ്രഥൻ. തെറ്റിപ്പോയി. ശിഖണ്ഡി പെൺകുട്ടിക്ക് ആരാണ് പുരുഷത്വം നൽകിയത്? സ്തൂണാകർണൻ എന്ന യക്ഷൻ. ശരി ഉത്തരം. യുദ്ധത്തിൽ ശകുനിയെ ആര് വധിക്കുമെന്നാണ് സഞ്ജയൻ പറയുന്നത്? സഹദേവൻ. സഹദേവൻ. ശരി ഉത്തരം. പാണ്ഡവന്മാർക്ക് എത്ര അക്ഷൗഹിണി സൈന്യമാണ് യുദ്ധത്തിനുണ്ടായത്? 7. ശരി ഉത്തരം. കൃഷ്ണാർജുനന്മാരുടെ മഹത്വം വെളിവാക്കുന്ന ദമ്പോദ്ഭവന്റെ കഥ കൗരസഭയിൽ പറഞ്ഞത് ആര്? പരശുരാമൻ. ശരി ഉത്തരം. ശിഖണ്ഡിയുടെ പിതാവ് ആരായിരുന്നു? ദ്രുപദൻ. ശരി ഉത്തരം. ജൃംഭ എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? കോട്ടുവായ്. ശരി ഉത്തരം. ദ്രോണർ ആരെയാണ് അർദ്ധരഥൻ എന്ന് വിളിച്ചത്, അർദ്ധരഥി എന്ന് വിശേഷിപ്പിച്ചത്? കർണൻ. കർണനെ. ശരി ഉത്തരം. കൗരവന്മാർ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് ദൂതനായി അയച്ചത് ആര്? സഞ്ജയൻ. സഞ്ജയനെ. വിശ്വരൂപനെ വധിച്ചത് ആര്? ഇന്ദ്രൻ. ഇന്ദ്രൻ. ശരി ഉത്തരം. അവസാനത്തെ സെക്കൻഡിൽ ഉത്തരം പറഞ്ഞു. ഒരു സ്കിപ്പ്, ഒരു തെറ്റ്. 15-ൽ 13. 130 മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അപ്പൊ ഏതായാലും നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് ഞാനോട് നോക്കുമ്പോൾ കൃഷ്ണചന്ദ്രൻ സാർ ഇങ്ങനെ കൗണ്ട് ചെയ്യാം, എത്ര ചോദ്യം കൗണ്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പോഴത്തേക്കും 140 അടിച്ച സമയത്ത് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അത് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞേനെ. സത്യം. പക്ഷെ അതിന് സമയം ഒരു പരിമിതി ആയതുകൊണ്ട് പറ്റിയില്ല. പാസ് എന്ന് പറയാനുള്ള ഒരു മടി കാണിച്ചതാണ് അവിടെ പറ്റിയത്. പെട്ടെന്ന് അറിയാത്തത് പെട്ടെന്ന് വിട്ടിട്ട് അടുത്തെന്ന് പറയായിരുന്നു. ശ്രീഎം സാർ എങ്ങനെയുണ്ടായിരുന്നു ഒരു പെർഫോമൻസ്? ഞാൻ ഐ എം ആക്ച്വലി ടേക്കൺ എ ബാക്ക്. ഇത് എങ്ങനെ ഇവരിങ്ങനെ ഓർക്കുന്നതെന്ന് ആലോചിക്കുകയാണ്. വണ്ടർഫുൾ. സ്വാമിജി, പണ്ടുള്ളവർ ചുമ്മാ പറഞ്ഞതല്ല, ഈ ചെറുപ്പകാലത്തിൽ വല്ലതൊക്കെ പഠിക്കണം എന്നാലേ തലക്കകത്ത് കയറും. വയസ്സായ കാലത്തൊന്നും കയറാൻ പോകുന്നില്ല. വേറെ എത്ര വിഷയ ചിന്തകൾ നമ്മുടെ തലക്കകത്തേക്ക് വരിക, അതിനിടയ്ക്ക് കയറില്ല. അപ്പം നിങ്ങളുടെ പ്രായം ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഉപകാരമാകും. ആദ്യം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനം വരുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിൽ വരും, ഇതിനോട് കണക്ട് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ബ്രെയിൻ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചില്ല. ഇപ്പോൾ കാൽക്കുലേറ്ററിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും കണക്ക് കൂട്ടും, പക്ഷെ നമ്മുടെ മെമ്മറി കൊണ്ട് നമുക്ക് ആ കഴിവ് നമുക്ക് നഷ്ടപ്പെടുകയാണ് അത് ഉപയോഗിക്കുമ്പോൾ. നമ്മുടെ മെമ്മറിയെ, നമ്മുടെ തന്നെ കഴിവിനെ ഉയർത്തുകയാണ് ഇതുവഴിക്ക് ചെയ്യുന്നത്. ഏതായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. കൂടാളി അല്ലേ, കണ്ണൂർ അതിഗംഭീരം. ഇവരും മോശമായിരുന്നില്ല. ചിന്മയ നെറുവാമൂട് 15. അവർ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തവരാണ്. ഒരെണ്ണം പോയി അല്ലേ, 2. ബാക്കിയുള്ള പൊതുവെ എല്ലാവരും നന്നായിരുന്നു. മറ്റുള്ളവർക്ക് ഇവർക്ക് കുറച്ചൊരു അല്ലേ ഒരു അല്പം ഡൗൺ പോയി. സാരമില്ല, നമുക്ക് നമസ്കാരം. എല്ലാവർക്കും അഭിനന്ദനം. നന്ദി സ്വാമിജി. സെൻകുമാർ സർ. ഫാന്റാസ്റ്റിക്. കൂടുതലൊന്നുമില്ല. എം സർ, സാറിൻ്റെ ഒരു ബുക്കിനെ കുറിച്ച്, ശൂന്യ എന്ന ആ ഒരു പുസ്തകം, അതിൻ്റെ ആ കഥാഗതി ഒരു സാധാരണക്കാരൻ്റെ
ഒരു കാഴ്ചപ്പാടിലൂടെ പോകുന്നത് പോലെയാണ് ആദ്യം ഒരു 1-2 ചാപ്റ്റർ വരുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ആ ശൂന്യയുടെ എഴുതാനുള്ള കാരണം, അതിൻ്റെ ആ ഒരു ബുക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ശൂന്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും, ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒന്നുമില്ല എന്ന് പറയുന്നതിൽ നിന്നാണ് ഈ എല്ലാം ഉണ്ട് എന്നുള്ളത് വരുന്നത്. ചാന്തോക്യ ഉപനിഷത്തിൽ ഋഷിയുടെ മകൻ ഒരിടത്ത് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ സത്യം അറിഞ്ഞിട്ടാണോ വന്നത്? ആണ്. അല്ല, എന്ന് തോന്നുന്നു. എന്ന് തോന്നുന്നുവെങ്കിൽ അതല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു ആലുമരം അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ പിതാവ് പറയുകയാണ്, അതിൻ്റെ വിത്ത് അവിടെ താഴെ കാണുമെന്ന് എടുത്തുകൊണ്ട് പോകാൻ. വിത്തെടുത്തു. വിത്തിൻ്റെ പുറത്തുള്ള സ്കിന്ന് പൊളിച്ചു. ഇനി എന്താ നീ കാണുന്നതിനകത്ത്? അതിനകത്ത് അതിൻ്റെ ആ കുരുവുണ്ട്, ആ ഇത്, അതിന് ഉടയ്ക്കാൻ പറഞ്ഞു. ഉടച്ചു. ഇനി എന്താ നീ കാണുന്ന? ഒരു ചെറിയ കറുത്ത നിറത്തിലൊരു സീഡുണ്ട് അതിനകത്ത്, വിത്ത്. അതും പൊട്ടിച്ചു നോക്കും. അത് പൊട്ടിച്ചു. ഇപ്പോൾ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നില്ലേ നീ, അവിടെ നിന്നാണ് ഈ മുഴുവൻ ഈ ആലുമരം ഉണ്ടായിരുന്നത്. ആ ഒന്നുമില്ല എന്ന് പറയുന്നത് എന്നല്ല. അപ്പോൾ ശൂന്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ മാത്തമാറ്റിക്സിൽ ശൂന്യമാണ്. അപ്പോൾ ശൂന്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നല്ല അർത്ഥം, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒന്നാണെന്നാണ് അർത്ഥം. അപ്പോൾ ആ ക്യാരക്ടറിനെ ഞാൻ പ്രസൻറ്റ് ചെയ്തത് എൻ്റെ ആദ്യത്തെ നോവലാണ്. ഞാൻ ഇതുവരെ ഫിക്ഷനൊന്നും എഴുതിയിട്ടില്ല. രസമെന്ന് വെച്ചാൽ എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതിയപ്പോൾ ചിലരും എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ഫിക്ഷനാണോ എന്ന് ചോദിച്ചു. ശൂന്യ എന്ന് പറയുന്ന ആമസോണാണ് പബ്ലിഷ് ചെയ്തത്. അത് ഫിക്ഷനാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചു, ഇത് ഫാക്റ്റ് ആണോ എന്ന് ചോദിച്ചു. ഇതാണ് ഇന്നത്തെ ലോകം. പക്ഷേ എന്തായാലും വേണ്ടില്ല. അപ്പോൾ അതിനകത്തുള്ള ക്യാരക്ടർ, ശൂന്യം എന്ന് പറയുന്ന ക്യാരക്ടർ, ഒരു ഫിലിം ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരക്ടർ. അദ്ദേഹം, ഞാനിങ്ങനെ എൻ്റെ ഈ സ്പിരിച്വൽ ജേർണിയിൽ ഒരുപാട് അവധൂതന്മാരെ കണ്ടിട്ടുണ്ട്. അവധൂതൻ എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് സോഷ്യൽ നോംസ് കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും, നമുക്കത് എന്തുകൊണ്ടാണ് ചെയ്തത് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ തുണിയില്ലാതെ നടക്കും, ചിലപ്പോൾ തുണിയിട്ട് നടക്കും, ചിലപ്പോൾ പ്രാന്തന്മാരെ പോലെ കാണും, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ശൂന്യ. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള എക്സ്പീരിയൻസിന് ചേർത്ത് ഞാനൊരു ക്യാരക്ടർ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ഏറ്റവും ഫെമിലിയർ കേരളമായതുകൊണ്ട്, അതും തിരുവനന്തപുരമായതുകൊണ്ട് അതിൻ്റെ ബേസ് ചെയ്ത് ഞാൻ തിരുമലയാണ്. തിരുമലയിൽ ഒരു കള്ള് ഷാപ്പിൻ്റെ ബാക്ക് യാർഡിലാണ് അദ്ദേഹം സെറ്റിൽ ചെയ്യുന്നത്. കള്ള് കുടിക്കില്ല, കട്ടൻ ചായ കുടിക്കുകയുള്ളൂ. പക്ഷേ അവിടെയാണ് സെറ്റിൽ ചെയ്യുന്നത്. അവിടെ ഇരുന്ന് അദ്ദേഹം എവിടെ നിന്ന് വന്നതെന്ന് ആർക്കും പിടിയില്ല. അവസാനം കുറേ അഡ്വഞ്ചേഴ്സൊക്കെ കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയെന്നും ആർക്കും പിടിയില്ല. ഇതാണ് ശൂന്യം. താങ്ക് യു വെരി മച്ച്. ആ ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത്, ഈ കള്ള് ഷാപ്പിൽ വന്ന് താമസിക്കുന്ന ആ ഒരു സമയത്തെല്ലാം ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു പോകുന്നത്, അത് വായിച്ച് തീർക്കുന്ന ആ സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു ഫീലിംഗ്, ഇതിലൊന്നും അർത്ഥമില്ല എന്നുള്ള ആ ഒരു ഫീലിംഗ് കിട്ടുന്നതായിരുന്നു. വളരെ നന്ദിയുണ്ട് ശരിക്കും. താങ്ക് യു വെരി മച്ച്. കൃഷ്ണചന്ദ്രൻ സാർ, ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് അന്തം വിട്ട് ഒരു ഫീലായിരുന്നു എല്ലാവരും സാറിന്റെ ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. അതെ, നമ്മുടെ മറ്റേ ഒരു ഡ്രാമയില് ധൃതരാഷ്ട്രമായിട്ടിരുന്നിട്ട് അദ്ദേഹം ക്യാരക്ടർ കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ നിന്നിരുന്നില്ലേ, ആ ഒരു അവസ്ഥയാണ് എൻ്റെ അവസ്ഥ. ഞാൻ അവിടുന്ന് തിരിച്ചു വന്നിട്ടില്ല. ഒന്നും പറയാനില്ല. എനിക്ക് കുട്ടികളെ പറ്റിയിട്ടും അവരെ പഠിപ്പിക്കുന്ന സ്കൂളുകളെ പറ്റിയിട്ടും ഇവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ ഒന്നുമില്ല. എല്ലാം ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാ കുട്ടികൾക്കും എല്ലാം നല്ലതും വരട്ടെ, അവരെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്കെല്ലാം നല്ലതും വരട്ടെ എന്ന് ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും ഗുരുക്കന്മാർക്കും ഒക്കെ തീർച്ചയായും അവരൊരു സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത്രയും വരെ ഒന്നും എത്താൻ സാധിക്കില്ല അല്ലെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത പേരൻസ് ഒക്കെ. അപ്പോൾ പറയൂ, ചിന്മയ വിദ്യാലയ എങ്ങനെയുണ്ടായിരുന്നു? പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അതൊരു വിഷമമുണ്ട്.
ബാക്കി നന്നായി പെർഫോം ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇനിയും ശ്രമിക്കും. ഇനി റൗണ്ട്സ് ഉണ്ടല്ലോ അല്ലേ? അതെ, നമുക്ക് ഇനിയിപ്പോ ഈ ഒരു 2ാം ഘട്ടത്തിൽ സെലക്ഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇനി ഒരു 5 റൗണ്ട്. അതാണ് ഏക ആശ്വാസം. ഇനി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. സമയം എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു എന്ന് പറയായിരുന്നു, പക്ഷെ അതിനിടയ്ക്ക് പ്രോഗ്രാംസ് വന്നു. അപ്പൊ അതുകൊണ്ട് പറ്റിയില്ല. ശ്രമിക്കും. അതെ, ഇപ്പൊ സാരില്ലേ, നമുക്ക് ഇനി 5 വ്യത്യസ്തമായ റൗണ്ടുകൾ ഇനിയും ബാക്കിയുണ്ട്. ആ റൗണ്ടിൽ ഇപ്പോൾ ഉള്ള വിഷമമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ ബ്രില്യൻറ്റ് പെർഫോമൻസ് ട്ടോ, ഒന്നും പറയാനില്ല. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ടെൻഷൻ ഇല്ലാത്തത് ശരിക്കും അങ്ങനെ തന്നെയാണോ, അതോ ഇവിടെ ടെൻഷൻ ഉണ്ടായാൽ മറന്നു പോകുന്നു തോന്നുന്നത് കൊണ്ട് ടെൻഷൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ? മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. അടുപ്പിച്ച് പിടിക്കോ? മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ടെൻഷൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. എന്നാലും അത് ബാധിച്ചില്ല. ഭവൻസ് വിദ്യാമന്ദിർ ഈ റൗണ്ടിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. ചിന്മയ വിദ്യാലയ നരവാമൂട് സന്തോഷമുണ്ട്. ലാസ്റ്റ് റൗണ്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. പിന്നെ ഈസിയസ്റ്റ് ആയിട്ടുള്ള റൗണ്ടിൽ കുറച്ച് മാർക്ക് പോയി, അപ്പോൾ അതിലൊരു വിഷമമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണ്. നല്ല മാർക്ക് ഉണ്ടല്ലോ അല്ലേ? പിന്നെ അടുത്ത തവണ ഇതിനെക്കാളും മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഈ 5 റൗണ്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഈ 5 റൗണ്ടിനെയും ടോട്ടൽ മാർക്ക് എത്രയാണ് എന്ന് അറിയുന്നതിന് മുൻപായി ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിൽ ഈ 4 ടീമുകളും 5 റൗണ്ടുകളും മത്സരിച്ച് കഴിഞ്ഞു. ഇനി അവരുടെ ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് അറിയേണ്ട സമയം. അപ്പോൾ ഏതായാലും ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം അവസാനിക്കാറായി. പക്ഷെ അതിനു മുൻപ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മുടെ കൂടെ ആചാര്യസഭയിൽ ഒരു വിശിഷ്ട അതിഥിയുണ്ട്, ശ്രീ എം സർ. സർ, ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് സർ നമ്മുടെ റൗണ്ട്സ് ഒക്കെ കണ്ടു. എന്താണ് ശ്രേഷ്ഠ ഭാരതത്തിനെ കുറിച്ചുള്ള അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഈ ശ്രേഷ്ഠ ഭാരതം എന്നുള്ള പ്രോഗ്രാം എസ്പെഷ്യലി ഈ യങ്സ്റ്റേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. കാരണം ഇവരാണ് നാളെ നമ്മളെ ലീഡ് ചെയ്യാൻ പോകുന്നവർ. നമുക്കൊക്കെ ഇപ്പോൾ വയസ്സായി മുടിയെല്ലാം നരച്ച്, ഇവരാണ് ഈ ഫ്യൂച്ചർ സിറ്റിസൺസ് ഇവിടുത്തെ ഈ ഭാരതത്തിൽ. അപ്പോൾ ഈ നോളജ് ഇപ്പം തന്നെ ഈ റാപ്പിഡ് റൗണ്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർ തന്നെത്താനെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ദേ ആർ ഡൂയിങ് ഇറ്റ് വെരി പ്ലസൻ്റ്ലി. ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഭാരതത്തിന് അല്ലെങ്കിൽ തന്നെ മഹാത്മ്യമുണ്ട്. ആ മഹാത്മ്യം ഇനിയും വികസിപ്പിക്കാനായിട്ട് ഇവരുടെ കയ്യിലാണ് ഇതിൻ്റെ വിത്തെല്ലാം ഉള്ളത്. അത് ഇതുപോലത്തെ ശ്രേഷ്ഠ ഭാരതം പോലുള്ള പ്രോഗ്രാം ഉണ്ടെങ്കിലേ ഇത് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഐ എം ഫുൾ അപ്രിസിയേഷനാണ് ഈ പ്രോഗ്രാമിന്. ഞാൻ കുറച്ച് റിലക്റ്റൻ്റ് ആയിട്ടൊക്കെയാണ് വന്നത്, പക്ഷേ ഞാനിപ്പോൾ ഐ റിഗ്രറ്റ് ഫോർ ദാറ്റ്. വളരെ നല്ല ഒരു പ്രോഗ്രാമാണ്. ഇനി ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണം. ഇനിയും ഇന്നോവേറ്റ് ചെയ്യാനും പറ്റും, പലതരത്തിൽ ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റും ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി സർ. സർ, ഏതായാലും ഇപ്പോൾ ഈ മത്സരാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു സമയം ഇവരെ പെർഫോമൻസ് ഒക്കെ കേട്ടിട്ട് സാറ് പറഞ്ഞു ഭാവി ഇവരുടെ കയ്യിലാണ് എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സാറിൻ്റെ മനസ്സിൽ വരുന്ന ഒരു ശ്ലോകം, ഇവരെ ബ്ലെസ് ചെയ്യുന്ന രീതിയിലൊരു ശ്ലോകം സാറിൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ശ്ലോകം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖപാത് ഭവേത്, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഇതൊന്നേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. എന്ന് വെച്ചാൽ സർവേ ഭവന്തു സുഖിനഃ, ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ. സർവേ സന്തു നിരാമയാ, ആർക്കും വിഷമമില്ലാതിരിക്കട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു, കാണുന്നതെല്ലാം ഓസ്പീഷ്യസ് ആയിട്ടിരിക്കട്ടെ. മാ കശ്ചിത് ദുഃഖപാത് ഭവേത്, ആർക്കും ദുഃഖമുണ്ടാവാതിരിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ. ഈ ശ്ലോകം എപ്പോഴും ഓർക്കേണ്ടതാണ്. നിങ്ങളൊക്കെ പഠിച്ചതായിരിക്കും, പക്ഷെ ചിലപ്പോൾ എന്താണെന്ന് അറിയാതെ ആയിരിക്കും പറയുന്നത്. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഓം ശാന്തി ശാന്തി ശാന്തി.
ലോകം മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നല്ല അറിവുകളും നിർദ്ദേശങ്ങളും പകർന്നു നൽകിയ ആചാര്യസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നിദ്രാലസ്യ പ്രമാദോധം തത്താമസമുദാഹൃതം. അവർ സത്യത്തിൽ തമോ ഗുണപ്രധാനമായ ജീവിതം നയിക്കും, മരണതുല്യമായ ജീവിതം നയിക്കുന്നവരാ. സന്യാസവും ത്യാഗവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതാണ്. ഭഗവാൻ ആദ്യം സന്യാസം എന്താണ് എന്ന് പറയുന്നു. ത്യാഗം കൊണ്ടാണ് ഏറ്റവും ഉന്നതമായ ആനന്ദത്തെ, അമൃതത്വത്തെ പ്രാപിക്കുന്നത് എന്ന്. ഒട്ടും അറിയാൻ പാടില്ലാത്ത രണ്ടാളുകളുടെ ഇടയിൽ ഒരു മധ്യവർത്തിയായിട്ട് നിന്ന് കാര്യങ്ങൾ കാണാനായിട്ട് സഹായിക്കുന്ന ഒരാൾ, ഒരു ദൂതൻ എന്നുള്ള നിലയിൽ, അതാണ് ഹംസമാകുക എന്ന് പറയുന്നത്. മരുന്നുകളുടെയും റേഡിയേഷനൊക്കെ ലോകത്ത് നിന്ന് മാറി ഒരു മുത്തശ്ശിക്കഥ നല്ല രസകരമായിട്ട് അവതരിപ്പിച്ച് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. Costume courtesy for Quizmaster and Radhika. Aimal Wedding Center. Jewel courtesy for Radhika. Planet Jewel, Kaudiyar, Trivandrum.